പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി ആകെ കട്ടക്കലിപ്പിലാണ്. ദേവയാനി ജലജയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകനും മരുമകളും ഈ വീട് വിട്ടു പോയതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ. അതുകൊണ്ട് ആ ദേഷ്യം മൊത്തം ഞാൻ തീർക്കാൻ പോകുന്നത് നിൻ്റെ മകൻ്റെയും മേത്തായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആകെ ദേഷ്യത്തിലാണ് ദേവയാനി. അത് കാണുമ്പോൾ ജലജയ്ക്കും ഇത്തിരി വിഷമമാകുന്നുണ്ട്. ഇനി എന്തൊക്കെ പണിയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ അജയനെ കാണിക്കുന്നുണ്ട്. അജയൻ അനിയോട് പറയുന്നുണ്ട്, എടാ ആദർശ് മുത്തശ്ശൻ്റെ തനി പകർപ്പ, അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റത്തില്ല, അതുകൊണ്ട് അവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ആദർശിനെ തിരിച്ചു വിളിക്കാൻ നോക്കണ്ട, ആദർശ് അത് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഇതൊന്നും അനി സമ്മതിക്കത്തില്ല. അനിക്ക് ആകെ വിഷമാണ് ആദർശ് വീട് വിട്ടു പോയതിൽ. അതുകൊണ്ട് അനി പറയുന്നുണ്ട്, ഞാൻ MD സ്ഥാനം ഏറ്റെടുക്കില്ല, ഏട്ടൻ്റെ സ്ഥാനത്ത് ആ കസേരയിൽ കയറിയിരിക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് തന്നെ പറയുന്നു. അത് മുത്തച്ഛനോടും പറയുന്നുണ്ട്, ആരൊക്കെ പറഞ്ഞാലും ഞാൻ MD സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന്. അന്നേരം മുത്തച്ഛൻ പറയുവാണ്, അത് എൻ്റെ തീരുമാനമാണ്, MD സ്ഥാനത്ത് ഇനി നീ ഇരിക്കണം എന്നുള്ളത്, അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ, അത് നടക്കണം എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുവാണ് മുത്തച്ഛൻ. നേരം നിസ്സഹായാവസ്ഥയിലാവുകയാണ് അനി. ആകെ വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന അനിയും കാണിക്കുന്നുണ്ട്. പിന്നീട് കനകയെ കാണിക്കുന്നുണ്ട്. കനക പറയുവാണ്, അബിയെ ഒന്നുകൂടെ ജയിലിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിൽ കയറ്റി ഇടിച്ച് പരിപ്പെടുക്കണം, അങ്ങനെ ചെയ്താലും ഞാനും ഗോവിന്ദേട്ടനും ഒന്നും പറയാൻ പോകുന്നില്ല, അവൻ്റെ 2 കിട്ടണം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.